പകൽ പോലെ വ്യക്തമായ ഈ യുദ്ധത്തിലെ നെറികേടുകൾ, നീചത്വം അതിങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് UK ഔദ്യോഗികമായി അവരുടെ മന്ത്രാലയം പുറത്തുവിട്ട ട്വിറ്ററുണ്ട്. അവർ കൃത്യമായി പറയുന്നു, തങ്ങളുടെ മേഖലയിലുള്ള സൈപ്രസ് എയർപോർട്ട് ആക്രമിച്ച ഡ്രോൺ അത് ഇറാനിൽ നിന്നല്ല നിക്ഷേപിച്ചത്. ഷാഹിദ് ലൈക്ക് പോലെയുള്ള ഒരു ഡ്രോൺ ഒരിക്കലും ഇറാനിലെ ബേസിൽ നിന്നല്ല അവിടേക്ക് വന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 2 ദിവസമായി പല മാധ്യമങ്ങളും നമ്മളും ഈ വിൻഡോയിൽ പറഞ്ഞതുപോലെ ഇറാൻ്റെ പ്രത്യാക്രമണത്തിന് മറ്റ് പല രീതികളിലേക്ക് വഴിതിരിച്ചു വിടുന്നതിനും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും താല്പര്യങ്ങൾക്കനുസൃതമായി മറ്റ് രാജ്യങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടി കൂട്ടത്തിൽ കയറി ആക്രമിക്കുന്ന, നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ കൂട്ടയടിയുണ്ടാവുമ്പോൾ, ഗാനമേള സദസ്സുകളിലൊക്കെ കൂട്ടയടിയുണ്ടാവുമ്പോൾ, ഉറൂസുകളിലൊക്കെ കൂട്ടയടിയുണ്ടാവുമ്പോൾ കൂട്ടത്തിൽ വൈരാഗ്യമുള്ളവനെ എല്ലാവർക്കും അടിക്കാം, അതെല്ലാം ആ പറ്റിൽ എഴുതിക്കോളും എന്ന് പറയുന്നത് പോലെ ഇതിനെയെല്ലാം ഇറാൻ്റെ ഭാഗത്ത് പെടുത്തുന്നതിന് വേണ്ടി ഒമാനിലെ പോർട്ട് ആക്രമിച്ചതുപോലെ, പിന്നെ അതുപോലെ സൗദി അറേബ്യയിലെ എണ്ണപ്പാടം ആക്രമിച്ചതുപോലെ കൃത്യമായി UK സൈപ്രസിലേക്ക് നടത്തിയ ആക്രമണം ഇറാൻ്റെ മേഖലയിൽ നിന്നല്ല ലോഞ്ച് ചെയ്തതെന്ന് ഔദ്യോഗികമായി യുണൈറ്റഡ് കിങ്ഡം അറിയിച്ചിരിക്കുന്നു. അവർ അത് കണ്ടുപിടിച്ചിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലുള്ളവരുടെ ഒരു സ്ഥിതി, അവർക്കത് കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ടോ എന്നുള്ളത് ഒരു വിഷയം. 2 കണ്ടുപിടിച്ചാൽ പോലും അത് പുറത്തു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയം. ഏതായാലും UK അവരുടെ ട്വിറ്റിലൂടെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ. ഓവർനൈറ്റ് RAF ടൈഫൂൺ ആൻഡ് F-35 ജെറ്റ്സ് കണ്ടിന്യൂ ഡിഫൻസീവ് എയർ ഓപ്പറേഷൻ അക്രോസ് മിഡിൽ ഈസ്റ്റ് വിത്ത് സപ്പോർട്ട് ഫ്രം വോയേജർ എയർ ടു എയർ റെഫ്യൂസിംഗ് ഇൻ ഡിഫൻസ് ഓഫ് ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ് ആൻഡ് അലൈസ്. അതായത് അവരുടെ F-35B വിമാനവും RAF ടൈഫൂണും കൃത്യമായി എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ കഴിഞ്ഞ രാത്രി മുഴുവൻ വർക്ക് ചെയ്തു, അവരുടെ രാജ്യത്തിൻ്റെ ഡിഫൻസിന് വേണ്ടി. അറിയാവുന്നതുപോലെ UK വളരെ കൃത്യമായി പറഞ്ഞു, ഒരിക്കലും ഈ യുദ്ധത്തിൽ ഞങ്ങൾ കക്ഷികളാവില്ല, അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഈ ആക്രമണത്തിന് നേർക്ക് നേരെ ആക്രമിക്കാൻ ഇറങ്ങാൻ തങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അവരെയും കൂടി ഇതിലേക്ക് കൊണ്ടുവരണമല്ലോ. രണ്ടാമത്തെ പോയിന്റ്, ദ മിനിസ്ട്രി ഡിഫൻസ് ക്യാൻ കൺഫേം ദാറ്റ് എ ഷാഹിദ് ലൈക്ക് ഡ്രോൺ വിച്ച് ടാർഗറ്റഡ് RAF അക്രോർ 3 അറ്റ് മിഡ് നൈറ്റ് ഓൺ 2 മാർച്ച് വാസ് നോട്ട് ലോഞ്ച്ഡ് ഫ്രം ഇറാൻ. അതായത് ഈ RAFൻ്റെ മേഖലയിലേക്ക് അയച്ച ആ ഡ്രോൺ ഇറാനിൽ നിന്നല്ല ലോഞ്ച് ചെയ്തത്. ഇൻ ദ ലാസ്റ്റ് 24 hours the UK has resupplied air defense system to British and allied base across the region, including UK built air defense missiles. Royal Navy Wildcat helicopters armed with large multi-launch missiles capable of taking out aerial threats will arrive in Cyprus in the coming days. സൈപ്രസിലേക്ക് അത്തരത്തിലുള്ള വിമാനവും വരും എന്നാണ് ഈ പറയുന്ന UK പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ കൃത്യമാണ്. മാർച്ച് 2 ഇറാൻ അടിച്ചു എന്ന പേരിൽ മാധ്യമങ്ങളിൽ വന്ന, അതായത് UKയും അടിച്ചു, സൈപ്രസിലും അടിച്ചു, അവിടേക്ക് അടിച്ചു എന്ന് പറഞ്ഞത് ഈ കൂട്ടത്തിൽ അടിച്ചത് ഇറാനിൽ നിന്നല്ല. ഇറാനിൽ നിന്നല്ലെങ്കിൽ പിന്നെ കൃത്യമാണ് അതാരാണ് അതിൻ്റെ താല്പര്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രമേൽ നീചത്വവും അത്രമേൽ വഞ്ചനയുമുണ്ട് ഈ സംഗതിയിൽ, മൊസദ് ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന ഓപ്പറേഷനിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. എന്ന് പറഞ്ഞാൽ യുദ്ധനീതിയോ മനുഷ്യത്വമോ അതിൻ്റെ ഭാഗങ്ങളോ ഒന്നും ഒരു ന്യായവുമില്ലാത്ത രീതിയിലാണ് ഈ യുദ്ധം നടക്കുന്നത്. അവിടെയാണ് ഈ മതസംഘടന വിറ്റുകൊണ്ട് നടക്കുന്ന ചില ആളുകൾ അവിടെ കയറി ഷെയ്യാണ്, മറ്റേതാണ്, മറിച്ചേതാണ് എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ എന്ന് പോസ്റ്റിട്ട് അഭിരമിക്കുന്നത് എന്ന് വരുമ്പോഴാണ് ആ ദുഷ്ടതയുടെയും നീചത്വത്തിൻ്റെയും പങ്കുപറ്റുന്നവർ എവിടെയൊക്കെ ഉണ്ട് എന്ന് തോന്നിപ്പോകുന്നത്.